മഞ്ഞുമൽ ബോയ്സിലെ മറ്റൊരു സീനാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അതായത് ഗുണ കേവിനകത്ത് വീഴുന്ന സുഭാഷിനെ രക്ഷിക്കാനായിട്ട് കുട്ടേട്ടൻ ഒരു തീരുമാനം എടുക്കുന്നത്. അതായത് പോലീസുകാർ പോലും ആ കേവിനകത്ത് ഇറങ്ങാൻ മടിയാണ്, അവർക്ക് പേടിയാണ്, അതിനകത്ത് ശ്വാസം കിട്ടത്തില്ല എന്നാണ് പറയുന്നത്. ആ ഒരു സമയത്ത് അവൻ്റെ സുഹൃത്തായ സൗബിൻ, അതായത് കുട്ടേട്ടൻ പറയുന്നുണ്ട് ഞാൻ ഇറങ്ങാം എന്നൊരു തീരുമാനം എടുക്കുന്നുണ്ട്. ആ ഒരു സീനാണ് നമ്മളിന്ന് കാണുന്നത്. ഇത് സൗബിന് ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പുള്ള ഒരു രംഗമാണ്. അവർ വെള്ളത്തിൽ വെച്ചിട്ട് ഇങ്ങനെ നീന്തുന്ന സമയത്ത് എന്തോ ബോധം പോകുന്നതാണെന്ന് തോന്നുന്നു, അങ്ങനെയാണെന്ന് തോന്നുന്നു അതിനകത്ത് പെടുന്നത്. അങ്ങനെ താഴ്ന്നു പോകുന്ന രംഗം കാണിക്കും കേട്ടോ. அங்கதானே இருக்கு சொன்னேன். தேவனா கூப்பிடுறப்போ സാർ ഇനി മാറിക്കാൻ പറ്റില്ല സാർ. കുറെ നേരെ നിങ്ങൾ തിരിഞ്ഞളിക്കാൻ തുടങ്ങി. നിങ്ങളെ കൂടെ പറ്റില്ലെങ്കിൽ നമ്മൾ ഇറങ്ങിക്കോളാം. தமிழ் புரியுமா? யாரில் தம்பி உங்க பேர் என்ன? കുട്ടൻ. குட்டன். உணர்ச்சி வசப்பட்டு எந்த முடிவு எடுக்கக்கூடாது தெரியுதா? ஏற்கனவே ஒருத்தன் உள்ளுக்குள்ள உயிருக்கு பாடி இருக்கிறான் என்ன, ஒன்னையும் உள்ளுக்குள்ள இறக்கிட்டு நாங்கள் ரிஸ்க் எடுக்க தயாரில்லை, புரியுதா? സാർ ഇനി ഇത് റിസ്ക് ആണ് സാർ. ഇത് സമ്മതിച്ചില്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടി ഈ കോയിലോട്ട് എടുത്ത് ചാടും. ஏய் என்ன ஹீரோ நினைப்பா? ட்ரைனிங் எடுத்தவனுங்களே இறங்குறதுக்கு பயப்படுறானுங்க. சூசைட் பாயிண்ட்ல இறங்கி பொணம் எடுக்கிறவங்க கூட பயப்படுறான். நான் இறங்குறேன்னு சொல்றேன். ஏன் சார் அவரை பயமுறுத்துறீங்க? உங்கள யாரும் ஒருத்தர் முன்னுக்கு வரலையே. குழியில விழுந்தவனை காப்பாத்துறது உங்களுக்கு அது ஒரு வேலை. ஆனா அவருக்கு அப்படி இல்லை சார். யோ, இவனுக்கு எதுவும் ஆயிடக்கூடாதுன்னா நாங்க யோசிக்கிறோம். தம்பி, நீ யோசிச்சு தானே பேசுற, அப்புறம் உன் உயிருக்கே ஆபத்தாயிரும். വരുന്നത് ഭയങ്കര റിസ്ക്കാണ്. നീ ശരിക്കും ആലോചിച്ചിട്ട് തന്നെയാണോ? നീയാണെങ്കിൽ എന്ത് ചെയ്യും? നീ ഇറങ്ങിയില്ലെങ്കിൽ ഞാൻ ഇറങ്ങും. ഈ സീൻ കാണുമ്പം നമുക്ക് നേരത്തെയുള്ള നമ്മുടെ ഒരു കോളേജ് ടൈമിലും അല്ലെങ്കിൽ സ്കൂൾ ടൈമിലും ഒക്കെ ഉള്ള ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ആ ഒരു ബന്ധം നമുക്ക് മനസ്സിലാകും. നമ്മൾ അന്ന് ഈ കാലത്ത് ഭയങ്കര ഫ്രണ്ട്ഷിപ്പായിരിക്കും, കുറേ പിള്ളേരൊക്കെ ആയിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ പറയും ആടി മേടിക്കുന്നത് നമ്മൾ മേടിക്കാന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ ഉള്ളൊരു സീനുണ്ട്. അതേപോലെ ഒരു അറ്റാച്ച്മെൻറ്റിൽ ഇവരത് പറയുന്നുണ്ട്. കാര്യം അവരുടെ കുട്ടിക്കാലത്ത് ഒരുമിച്ച് വളർന്ന സുഹൃത്തുക്കളാണ്. അവർക്ക് എന്തെങ്കിലും ഒരു ആപത്ത് പറ്റിയാൽ ആ കൂടെ ചാവാൻ പോലും ഞാൻ റെഡിയാണെന്ന് പറയുന്ന സുഹൃത്തുക്കൾ ഇന്നും ഉണ്ട്.